ഇനി അതും ചോദിച്ചോണ്ട് വരുമോ പൊട്ടത്തില്ല. അത് കാരണം സേഫ്റ്റി ടൂൾസ് എല്ലാം ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കമത്തി പിടിച്ച് ഇങ്ങനെ വിളിച്ചിട്ട് നമ്മുടെ അണ്ണൻ അവിടെ കിടപ്പുണ്ട് കേട്ടാ. നിങ്ങളെല്ലാരും കണ്ടല്ലോ നമ്മുടെ ഈ മഴയത്ത് കണ്ട മക്കളെ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ആക്ച്വലി ഇപ്പോഴാണ് ഇത്തിരി ഒന്ന് തോർന്നത് കേട്ടോ. ഇത്ര നേരം പെരുമഴ കണ്ടില്ലേ, വെള്ളം കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എന്തോരം ക്വാണ്ടിറ്റി മഴയാണ് ഇവിടെ പെയ്തതെന്ന്. സർവത്ര അത് ഒടുക്കത്തെ കാറ്റും. ബ്രോയെ പിക്ക് ചെയ്യണ്ടേ, നമ്മുടെ ബ്രോയുടെ സ്റ്റോപ്പ് എത്താറായി വരികയാണ്. നമുക്ക് പുള്ളിയെ വെയിറ്റ് ചെയ്യാൻ, സോറി പുള്ളി നമുക്ക് വേണ്ടി ഒത്തിരി നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 7:50 ആയപ്പോൾ ഇറങ്ങാം എന്നാണ് പുള്ളിക്കാരൻ ഞാൻ വാക്ക് കൊടുത്തത്. അപ്പൊ പുള്ളിക്കാരൻ ഈ മഴയത്ത് അവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് എന്റെ വിശ്വാസം. കുറച്ചു മുമ്പ് രണ്ടുവട്ടം എന്നെ വിളിച്ചു. അപ്പൊ എന്തായാലും പുള്ളിയുടെ സ്റ്റോപ്പ് എടുത്തെത്തി കഴിഞ്ഞു. യെസ്, നമ്മുടെ ബ്രോ എവിടെ ഉണ്ട്? എന്താണ് വെച്ചാലേ, ഇതല്ലേ നമ്മുടെ ആയുധം, നമ്മുടെ ആളല്ലേ ഇന്ന് ഇരിക്കുന്നത്. അടിലോട്ടിരുന്ന് താൻ ഇതാക്കല്ലേ, ഒരു റെസ്പെക്ട് കൊടുക്കണം ആശാന്. മാംഗോ ചില്ലി പോയിക്കൊണ്ട് വരും എപ്പോഴും. മാംഗോ ചില്ലി അല്ലേ നമ്മുടെ ഒരു എല്ലാം. ഓക്കെ ബ്രോ, എന്താണ് മഴയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല മഴയല്ലേ? നല്ല മഴ, നല്ല തണുപ്പ്, മനസ്സിന് തന്നെ ഒരു കുളിരുമാണ്. അപ്പൊ എന്നിരുന്നാലും ഇന്നും നമ്മൾ പട്ടച്ചാരായം എന്നൊക്കെ പറയുന്നത്, പട്ടച്ചാരായം വെളുത്തിരിക്കും, കുടിക്കുന്ന വെള്ളവും വെളുത്തിരിക്കും, വൈറ്റ് റമ്മും വെളുത്തിരിക്കും, വോഡ്കയൊക്കെ വെളുത്തിരിക്കും അല്ലെ? അത് നമ്മുടെ തെറ്റല്ല. ഇതിനെല്ലാം തമ്മിൽ പരസ്പരം ഒരു സാമ്യം എന്ന് നമ്മുടെ ആരുടെയും കുറ്റമല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇന്ന് മാംഗോ ചില്ലി ഫ്ലേവേർഡ് വാട്ടറും നല്ല ഇളനീരും കൊണ്ടാണ് നമ്മൾ ഇന്ന് പയറ്റാൻ പോണത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ, എന്ത് പറയുന്നത്? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ മേടിക്കണം. തേങ്ങയാണ് ഇളനീര്, കരിക്കാണ് ഇളനീര് എന്ന് പറയുന്നത്. കരിക്ക് കിട്ടുവാണെങ്കിൽ കരിക്ക് മേടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ തേങ്ങ, കരിക്കിന്റെ കസിൻ അല്ലെ ചേട്ടനായ തേങ്ങ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലെ? അപ്പൊ എന്നിരുന്നാൽ നമുക്ക് ഇനിയുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ തേങ്ങ മേടിക്കാണ്. നമുക്ക് തേങ്ങ ഇവിടെ കിട്ടുമ്പോൾ തേങ്ങ വണ്ടി വിട്ടോ. ഇവിടെ കാണുന്നത് ബേക്കറി അല്ലേ? അവിടെ കരിക്കുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ അവിടുന്ന് കരിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും പുള്ളി വരട്ടെ. ഞാൻ എന്റെ മനസ്സിൽ കരിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം ഈ മഴയും കാലത്തൊക്കെ മഴയും കാറ്റും ഒക്കെ ഉള്ളപ്പോൾ കരിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മുടെ വീട്ടിൽ കരിക്കുണ്ട്, പക്ഷെ കയറി ഇടാൻ ആരുമില്ല. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ കരിക്ക് മേടിക്കാൻ പോയിട്ടുണ്ട്. കരിക്കില്ലേ തേങ്ങയെങ്കിലും ആയിട്ടേ പുള്ളിക്കാരൻ വരുത്തുള്ളൂ. എന്തൊരു മഴയാണ് ദൈവം. ചൂട് കാലത്തല്ല ശരി എന്ന് ന്യൂസ് പേപ്പറിൽ കണ്ടത് വളരെയധികം സത്യമുള്ള കാര്യമായിട്ടാ. ചൂടായിരുന്നപ്പോ എല്ലാവരും എങ്ങനെ, ഈ ഞാൻ ഉൾപ്പെടെ എല്ലാവരും മൃഗവും എങ്ങനെയെങ്കിലും ഒന്ന് മഴക്കാലമായാൽ മതിയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. നമ്മുടെ ബ്രോ വരുന്നുണ്ട് പുറകിൽ കൂടെ. ഓക്കെ ഗൈസ്, സക്സസ്. അപ്പൊ അവിടെ കരിക്ക് തന്നെ ഉണ്ട്. നമ്മൾ തേങ്ങ പ്രതീക്ഷിച്ചു പോയി, പക്ഷെ അവിടെ കരിക്ക് തന്നെ ഉണ്ടെന്ന് നമ്മുടെ ബ്രോ വന്ന് പറഞ്ഞു. പേയ്മെന്റും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പൊ പുള്ളിക്കാരൻ എന്തായാലും സാധനം മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് മാംഗോ ചില്ലി വെച്ച് ഇളനീരൊക്കെ വെച്ച് അടിച്ച് പൊളിക്കണ്ടേ? ഈ തണുപ്പ് കാലത്ത് അത് വെച്ച് അടിക്കണം. കയറാനൊരു മാർഗ്ഗമില്ല. അതുകൊണ്ട് നമ്മുടെ സ്ഥിരം തട്ടുകടയാണ്. നമ്മുടെ ചില്ലറ സാധനങ്ങൾ മേടിക്കാൻ നമുക്ക് ഗ്ലാസ് ഒന്നും നമ്മൾ എടുത്തിട്ടാണ്. കാരണം നമ്മുടെ വണ്ടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത സമയത്ത് നമ്മൾ ഗ്ലാസ്സുകളെല്ലാം നമ്മൾ വണ്ടിക്കന്ന് എല്ലാം റിമൂവ് ചെയ്താണ്. അത് കാരണം ഗ്ലാസ് ഇല്ല. നമ്മൾ ഗ്ലാസ് മേടിക്കാൻ നമ്മുടെ ബ്രോ പോയിരിക്കുകയാണ്. പുള്ളി ഗ്ലാസ് ഒക്കെ മേടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ആക്ച്വലി ഉള്ളത്. ഒരു ചെറിയൊരു പരിപാടിക്ക് വന്നതാണ്. പരിപാടിയെല്ലാം നമ്മൾ കഴിഞ്ഞു. നേരത്തെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ റെസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ റൂമിലിരുന്ന് കഴിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ വ്ളോഗൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നമുക്കറിയാം, നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ പ്രൈവസീനെ ഒരുപാട് മാനിക്കുന്ന ഒരു വ്യക്തികളാണ് ഞാൻ.
വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ അവർ ആഘോഷിക്കാൻ വരുമ്പോൾ അവിടെ ക്യാമറയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ നമ്മളോട് ചിലപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർക്കത് ഇന്നറായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വരും. അവർ ആ ഒരു പ്രൈവസി അവരുടെ നഷ്ടപ്പെടും. നമ്മൾ അന്ന് നമ്മുടെ ഈ ബ്രോയുടെ മാരേജിന് വന്നപ്പോഴേക്കും നമ്മുടെ ബ്രോയുടെ ഒരു മാരേജ് ഫംഗ്ഷൻ വന്നപ്പോഴേക്കും നമ്മളവിടെ ഷൂട്ട് ചെയ്തു. പക്ഷെ അവർക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്ന് ചെറിയ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവർക്കൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ഞാൻ പറഞ്ഞിടാ വേണ്ട, നമുക്ക് വണ്ടി പുറത്ത് കിടക്കില്ല, നമുക്ക് വണ്ടിക്കകത്തിരുന്ന് എൻജോയ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് കാരണം മാത്രമല്ല ഞാനും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രോ എന്തായാലും ഗ്ലാസ് ഒക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞു അല്ലെ, എന്നെ പെടുത്തി. അപ്പൊ എന്തിരുന്നാലും കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാറിനകത്ത് വെച്ചൊരു വീഡിയോ ചെയ്യാണ്. നമ്മുടെ ബ്രോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഈസ് ഡൂയിങ് എ വീഡിയോ ഇൻസൈഡ് ദ കാർ അല്ലെ, ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് കാറിനകത്ത് വെച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മാംഗോ കുട്ടപ്പൻ നമ്മുടെ കരിക്കിങ് എടുത്ത് നോക്കട്ടെ, വീണ്ടും അവൻ മാംഗോ ചില്ലിട്ട് വന്നിരിക്കുകയാണ്. കുത്തി പിടിച്ചാൽ മതിയല്ലേ നീ? ഓ ടൂൾസ് ഇല്ലേ? ടൂൾസ് ഒക്കെ ഉണ്ട് മോനെ, ടൂൾസ് ഇല്ലാത്തൊരു കളിയില്ല. ഈ മഴയത്ത് പോയി ഇനി അതും ചോദിച്ചോണ്ട് വരുമോ അവന്മാര്? ഓക്കെ, കരിക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ, ഈ ടൈം അല്ല കരിക്കാണെന്ന് പറഞ്ഞാൽ പുള്ളി തന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് തേങ്ങയാണെന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചു വെച്ചത്. തേങ്ങ മേടിക്കണം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തേങ്ങയാകുമ്പോൾ നമ്മുടെ തോടോടെ അല്ലേ, അങ്ങനല്ലേ തേങ്ങ. അപ്പൊ അത് കുത്തിയാൽ പൊട്ടണമെങ്കിൽ ഇത് വെച്ച് മാത്രം കുത്തിച്ചാലോ പൊട്ടത്തില്ല. അത് കാരണം സേഫ്റ്റി ടൂൾസ് എല്ലാമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് വെച്ചിട്ട് അടിക്കണ്ടേടാ തേങ്ങ പൊട്ടി. ഈ മങ്കീസ് പണ്ടിന് സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ കീഴിൽ അടി കൊടുക്കാനായിട്ട് അതെ, എങ്ങാനും കൈകൊണ്ട് അടിച്ചിട്ട് പൊട്ടിയില്ലെങ്കിലോ നിന്റെ തലോണ്ട് അടിക്കണം പോണാക്കാം. അപ്പൊ അത് കാരണം മുന്നൊരുക്കം എല്ലാം ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ കരിക്കായതുകൊണ്ട് വലിയ സീനില്ല. ബാ നമുക്ക് പൊട്ടിച്ച് പണി നടത്താം. ബാ കൈ വെച്ച് കൂട്ടി പിടിച്ചാൽ അല്ലേ, സീറ്റിലൊക്കെ വെച്ചല്ലേ, ഇതിൽ നമുക്കല്ലേ ഒടിഞ്ഞു പോകും. ആദ്യം ഇത് പാളിപ്പോയി, പതുക്കെ മതി, നമുക്ക് ധൃതിയില്ല. കരിക്കാണ് മോനെ, തേങ്ങയല്ല ഗ്യാസ് വരുമ്പോ അറിയാം കരിക്കാണെന്ന്. മതി, ചെറിയ ഹോളാകുമ്പോ കുറച്ച് പേരും വെള്ളം എടുത്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ മാംഗോ ചില്ലിനെ അങ്ങ് പൊളിക്കണ്ടേ. ഫ്ലേവേർഡ് വാട്ടർ ആണെങ്കിലും അല്ലേ. പൊടിച്ചതല്ലേ അല്ല, ഓക്കെ, പൊടിക്കുന്ന ടാസ്ക് ആണല്ലേ. പൊക്കി ഒഴിച്ചാൽ മതി, കമത്തി പിടിച്ച് ഇങ്ങനെ വിളിച്ചിട്ട് എന്താണോ കാണിച്ചത്. ഇതെല്ലാം ദൈവത്തിന്റെ ഓരോ കളികളെ. ഞാൻ ഓർത്തില്ല MT ക്ലാസ് വെച്ച് ഇങ്ങനെ കമത്തി വെച്ചിട്ടേ ഇത് എഡിറ്റ് ഇല്ല, അത് കിടക്കട്ടെ. സാരമില്ല, തുടക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് പാടിയതേ, നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഒരു പെഗ്ഗാണ് പോയത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇനി വണ്ടിക്കകത്ത് മുഴുവൻ മാംഗോ ഫ്ലേവർ ആയിരിക്കുവേ. തുടക്കണല്ലോ എന്നെ. നീ ഞാൻ അതുപോലെ ചെയ്യുവോ? പൊക്കി ഗ്ലാസ് മറിഞ്ഞക്കാനും പോയാലേ സീനാണ്. നീ ഒഴിച്ചോ, എനിക്കതൊന്നും വശമില്ല. കയ്യിൽ വെച്ച് ഒഴിക്കണം, അതിവിടെ ചോദിക്കണം. ആദ്യം കുറച്ച് പോകും കേട്ടോ, കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടി. വന്നില്ല, പൊട്ടിയില്ലേ? അല്ല പൊട്ടി, കുറച്ച് പറ്റിച്ച തോടുമല്ല. എന്തൊക്കെ ടാസ്കാണ്. എവിടെ ഗ്ലാസ് ഇരിക്കുന്നേ? അവനെ വെറുതെ കുത്തി കീറടാ അവനെ. എന്താടാ എടാ, പൊട്ടിയ സ്ഥലത്ത് തന്നെ പിന്നെ പൊട്ടിക്കടാ. അഹങ്കാരിക്ക് വരാൻ ഇത്തിരി മടിയവന്റെ. ഓക്കെ, ഇനി നോക്കാം. യെസ്, ഓഫ് കോഴ്സ്. ഇത്തവണ നമ്മൾ ദൗത്യം വിജയകരമായി സാധിക്കുമെന്ന് കരുതുന്നു. പോട്ടെ, ഉള്ളടാ അതിനകത്ത്. കാറ്റടിക്കുമ്പോൾ ഒരു തുള്ളി എന്നൊക്കെ പറയുന്ന പോലെ വേറെ ടൂൾസ് എല്ലാം ഉണ്ട്. വേറെ ടൂൾസ് ഒന്നുമില്ല, അത് വെച്ച് തന്നെ നല്ല ടൂൾസ്. പല സ്ഥലങ്ങളിൽ പൊട്ടിക്കാറാ പണി കിട്ടും. ആ പൊട്ടിച്ച സ്ഥലത്ത് തന്നെ വലുതാക്കി വരില്ല. ഇതെല്ലാം ചിരട്ടയുടെ ഇതാണ്, കളിയാണ്. കൈ സൂക്ഷിക്കണേ, ഇന്ന് ഞാൻ കൈ സൂക്ഷിക്കണേ. അല്ല, അവിടെ അത്രയും വലിയ ഓണല്ലേ, എന്നിട്ടെന്താ വരാത്തത്? മതി ഇത്രയും മതി. ഞാൻ വന്നോളൂ, നീ അത് നേരെ പിടിച്ചാൽ മതി. നീ അത് നേരെ പിടിച്ച വരത്തില്ല.
ചെരിക്കണം. ഓക്കെ, ഒരു പേക്ക് അടിക്കാനുള്ള വെള്ളമേ ഉള്ളോടാ. മതിയല്ലോ, മതി 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 മതി. ഓക്കേ, പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയാണ് ഇന്ന് ആസ്വദിക്കുന്നത്. അടുത്ത റൗണ്ട് മയക്ക് പിടിക്കുള്ള ഇന്ധനം പോരട്ടെ മക്കളെ. മംഗലശ്ശേരി നീലകണ്ഠനെ അതെ, മംഗളശ്ശേരി നീലകണ്ഠനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പണ്ടൊരിക്കൽ മംഗളശ്ശേരിയെ ഞാൻ മനസ്സിൽ വെച്ച പാടത്തിന്റെ നടുക്ക് വെച്ച്. വാറ്റാണെന്ന് പറയല്ലേ, വാറ്റാണെങ്കിലും. അതെ, അങ്ങനൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ അത്രക്കാരല്ല. അത്ര മതിയടാ. അല്ല, കുറച്ചുകൂടെ പഴത്ത് തീരെ കുറവാണത്. തീർന്നോ? അത്ര മതി. ഉണ്ട്. ഇത്തിരി കത്തുമല്ലോ ഈ റൗണ്ട്. മംഗലശ്ശേരി നീലകണ്ഠനെ പിടിച്ചേക്കുന്നു. എന്നാലും എന്റെ വണ്ടി നീ ഈ പണി ആയല്ലോ മോനെ. സാരമില്ല, എല്ലാം നമ്മുടെ ഒരു അധ്വാനത്തിന്റെ പേരിൽ നമുക്ക് ഇതൊക്കെ മറക്കാം. ഇതുമായിട്ട് വന്നു എന്താ ഈ സാധനത്തിന് നീ വന്നു. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് നമ്മളെ ഒന്ന് ഞെട്ടിച്ചു. അപ്പൊ ആ ഞെട്ടലിന് ശേഷം നമ്മൾ പൂർവാധികം ശക്തിയോടെ മാംഗോ ചില്ലി ഫ്ലേവേർഡ് വാട്ടർ വിത്ത് ഇളനീര്, പ്രകൃതിയുടെ വരദാനം. ഇതല്ല ഞങ്ങൾ രണ്ടുപേരാണ് വരദാനം. സോ ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ നൈറ്റ്. നീലകണ്ഠനെ മനസ്സിലായി. അതെ, മംഗളശ്ശേരി നീലകണ്ഠൻ. കരിക്ക് തന്നെ. എന്റെ അമ്മോ, കത്തി ഇറങ്ങിയല്ലേ. പിന്നെ ഞാൻ ഈ പോളൊന്നും വലുതാക്കുള്ള പരിപാടി നോക്കട്ടെ. അടിപൊളി. പക്ഷെ കരിക്കോട്ട് നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. അതെ, സെറ്റാണ്. ആ മാംഗോയുടെ ഫ്ലേവറും ആ കരിക്കിന്റെ മധുരവും സംഭവം കിടുവാട്ടോ, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ അതങ്ങനെ ഏത് തരത്തിലുള്ള വൈറ്റ് ഫ്ലേവേർഡ് വാട്ടർ ആണെങ്കിലും ഈ ഇളനീരും ഒക്കെ ആയിട്ട് കിടുക്കാച്ചി കോമ്പിനേഷനാണ്. എടാ, നീ വണ്ടി കുത്തി പൊട്ടിക്കില്ല അവസാനം. പുള്ളി അത് ഹോള് വലുതായിക്കൊണ്ടിരിക്കും. വരാത്തെന്നാണ് എന്റെ ഒരു. അത് നമുക്ക് അടുത്ത റൗണ്ട് ശരിയാക്കാം. അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. അവൻ അടിപൊളിയാട്ടോ. അവനെയായിരുന്നു ആദ്യമേ നമ്മൾ പൊട്ടിക്കേണ്ടിരുന്നത്. അതെ, കളർ ഞാൻ ചെറിയ ഹോളാക്കി ഇട്ടിരിക്കും. നാളെ കാണുക. നിന്റെ ടൂളിങ് എടുത്ത് ഇപ്പഴാവശ്യം കണ്ടാ, ഞാൻ പറഞ്ഞതാ എന്റെ ടൂള് വെറുതെ ആവില്ല മോനെ. ഓന്റെ മങ്കി കയ്യൊന്നും അടിച്ചു പൊട്ടിക്കല്ലേ. ആൾക്കാരവർക്ക് എന്താണ് ഇവരിവിടെ ചെയ്ത് വണ്ടി കിടന്ന് കുലുങ്ങുകയും ചെയ്യുന്നു. ഡാൻസിങ് കാറാണോ ചിലപ്പോ. പോയടത്ര അതിന് നിറച്ച് വെള്ളമുണ്ട്. ഓക്കെ, അപ്പൊ അടുത്തുണ്ട് മയക്ക് പിടിക്കുള്ള സമയം ആഗതമായി കഴിഞ്ഞു. അത് നിറച്ച് വെള്ളമുണ്ട് മനെ. അപ്പൊ അടുത്തുണ്ട് മയക്ക് പിടി താങ്കൾ തന്നെ ഒഴിച്ചു. അവിടെ ചോദിച്ചോ. യെസ്, നമുക്ക് ഇവിടെ ചൊഴിക്കാം. യെസ്, സെയിം അല്ല. ഓക്കെ, അയ്യോ, ഇത് തന്നെ സാധനം. ആ ആംഗിൾ തന്നെ പിടിച്ചോണേ. മതിയടാ, എന്തിനാടാ ഇതിന് മാത്രം പിടിക്കുന്നത്? ഇത് തുളുമ്പിയൊക്കെ പോകും കേട്ടോ, കുഴപ്പമില്ല. ആദ്യം പൊട്ടിച്ചാൽ മതിയായിരുന്നു. ശരിയാ, വണ്ടി മുഴുവൻ വെള്ളപ്രവാഹമായല്ലോ. നീ ആദ്യം കിട്ടും. പിന്നെ കരിക്കൊഴിക്കുന്നൊക്കെ ടാസ്കാണ് മോനെ. അത് സത്യമാണ്. അത് ഈ ഒട്ടും ഈ വണ്ടിക്കകത്ത് പറ്റത്തുമില്ല. അതിന് ഇതൊക്കെ ലോക്കൽ അടി സെറ്റപ്പാണ് ഇതൊക്കെ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു കാര്യം ഇങ്ങനെ മാറിയത്. അതുകൊണ്ട് തന്നെ വണ്ടിക്കകം തളം കെട്ടി കിടക്കുവാണ് കരിക്കൻ ജ്യൂസ് അല്ല, കരിക്കൻ വെള്ളം. പക്ഷെ നമ്മളൊക്കെ അതൊന്നും തള്ളത്താൻ പറ്റത്തില്ല. പൂച്ച 4 കാലേ വീരെന്ന് പറയുള്ളൂ. അപ്പോൾ അടുത്ത റൗണ്ട് മൈക്കോടി ഇതിനകത്ത് നിറച്ചുണ്ട് കേട്ടോ. ഫസ്റ്റ് റൗണ്ട് കൂടുതൽ മാംഗോ ചില്ലി ഒഴിച്ച സമയത്ത് നമ്മൾ കുറച്ച് ഇതേ കിട്ടിയുള്ളൂ. മറ്റേന്ന് അവനെ വിട്ടെടുത്തില്ല, അവനെ കൊന്നു നിൽക്കണവനെ. ആ ഫസ്റ്റ് കരിക്കരുത്, നമ്മളെ പൊട്ടിക്കാനും പ്രയാസപ്പെടുത്തി. അപ്പൊ എന്തായാലും പെടക്കി വേണം മക്കളെ.
ഇത്തവണ ആയിരിക്കും നല്ല സുഖമായിട്ട് കഴിച്ചേട്ടാ. അടിപൊളിയാണ് ഇത്തവണത്തെ. കടിച്ച് ഞാൻ ഈ സാധനം നിന്റെ കൊണ്ടുവരലെന്ന് പറഞ്ഞ ഏത് അല്ല മാംഗോ ചില്ലി. പക്ഷെ ഇപ്പൊ എന്ത് തോന്നുന്നു? കൊള്ളാം, നല്ല കോമ്പിനേഷൻ, ഒരു രക്ഷ കോമ്പിനേഷൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം. നമുക്ക് ചറവറ അടിച്ച് തീർക്കാം. അതെ, ചറവറ അടിച്ച് തീർക്കണ്ട, ചറവറ അടിക്കാം. ആ കരിക്കിനകത്ത് വെള്ളം മറ്റേ ഇപ്പൊ നമ്മൾ അവനെ കുറ്റം പറയും. പക്ഷെ കുറച്ച് അടുത്ത റൗണ്ട്, ഈ റൗണ്ട് കൂടെ ചെല്ലുമ്പോഴേക്കും അതിനകത്ത് കരിക്കും വെള്ളം തീരും. അപ്പൊ മറ്റവരിലോട്ട് തന്നെ ചിഹ്നം ചെല്ലേണ്ടി വരും. അതങ്ങനെയാണ്, പ്രകൃതിയുടെ ഒരു രീതിയാണ് അതെല്ലാം. കീച്ചിക്കോ പറയണേ. മതി. തരത്തില്ല മോനെ, അവന്മാര് നോക്കും നമ്മൾ. കരിക്ക് അവിടെ ചോദിക്കടാ, ഇനിയും കൊണ്ട് തുറമ്പിച്ച് കളല്ലേ. അത് നിന്റെ കയ്യിലല്ല, അത് കരിക്കിന്റെ കയ്യിലാണ്. ആരും നോക്കുന്നുണ്ടോ? ഇല്ല, ടാസ്കാണ്. മതി. മറ്റവനിലേക്ക് പോകണം. അതെ, ഞാൻ പറഞ്ഞ മോനെ എന്നിലേക്ക് നമ്മൾ പോവേണ്ടി വരുമെന്ന്. ഇവൻ ഇച്ചിരി ഇച്ചിരിയായിട്ട് മുട്ടി നിൽക്കുന്നവനാ. നമുക്ക് ഇതുണ്ടെങ്കിൽ അടിച്ചങ്ങ് ഇവനെ പദം വരുത്തി തരാം. വേണ്ട, ഉള്ളത് ചരിക്കടേ. അടുത്ത റൗണ്ട് നമുക്ക് ഡ്രൈ അടിക്കാം. എന്തൊക്കെ സാധനം വേണമെന്ന് കുഴപ്പമില്ല. അവൻ അപ്പി ഇടുന്നുണ്ടല്ലോ. ഓടാ, നീ അടിച്ചോ. എനിക്ക് വേണ്ടത് അപ്പിയിട്ടോന്ന്. എനിക്ക് വേണ്ട കരിക്കിന്റെ അപ്പിയില്ല, പിന്നെ നിനക്കെന്തോ? എനിക്ക് നീ അടിച്ചത് അപ്പിയിട്ടത്. അവനും തീർന്നു. ഓക്കെ. അപ്പൊ ഇതുകൊണ്ടൊന്നും നമ്മൾ ഫൈനൽ റൗണ്ട് അതില്ല. ഫൈനൽ റൗണ്ട് നമ്മൾ മയക്കുപൊടി മാംഗോ ചില്ലി മാത്രമായിട്ട്. എന്താടാ അതിനകത്തൊരു കലക്ക് കൂടുതല്? ഇതാണ് ശുദ്ധമായ അപ്പി, സോറി, ശുദ്ധമായ കരിക്കിൻ വെള്ളം. നൈസായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത എന്റെ ഊഴം. 2 ഐസ്ക്രീമും. അപ്പോ എങ്ങനെയല്ലേ? ഇല്ല, ഞാനതെല്ലാം എന്റെ പല്ല് വെച്ച് അരിച്ച് വെള്ളം മാത്രം ഉള്ളിലോട്ട് പോയി. ഹാപ്പി വ്ളോഗർ. അല്ല, ഇതിനകത്ത് ആ കരട് കളയാൻ വേണ്ടി പോയതാ. ഒരിക്കലും ഒരു സംശയമില്ലായിരുന്നു ആക്ച്വലി. കാരണം കരിക്കൊഴിച്ച് നമ്മൾ എന്ത് കുടിച്ചാലും അത് നല്ല സൂപ്പർ ആവത്തേ ഉള്ളൂ. അത് ഇത്രയും കാലം അങ്ങനെ തെളിച്ചിട്ടുള്ളൂ. നമ്മുടെയൊക്കെ പൂർവികർ, നമ്മുടെ മനുഷ്യന്റെ തന്നെ പൂർവികർ എന്നല്ല ഉദ്ദേശിച്ച്, പൂർവികരായിട്ടുള്ള വെള്ളവടിക്കാരുണ്ടല്ലോ, വെള്ളവടിയിൽ PhD എടുത്ത മംഗലശ്ശേരി നീലകണ്ഠനെ പോലുള്ള ആൾക്കാർ, അവരൊക്കെ പയറ്റി തെളിഞ്ഞ ഒരു മേഖലയാണ് ഈ കരിക്കൊഴിച്ച്, ഇളനീരൊഴിച്ച് സാധനം അകത്താക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു സംശയത്തിന്റെ പോലും കണിക പോലും ആവശ്യമില്ല. കാരണം അത് അത്രയും സൂപ്പർ ക്വാളിറ്റി ആയിരിക്കും അത് എന്ത് കഴിച്ചാലും. പക്ഷേ കളർ സാധനങ്ങളിൽ ബ്രാൻഡി, റം അതുപോലത്തെ സാധനത്തിൽ ഒഴിച്ച് കഴിച്ചാൽ ഹിറ്റാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വോഡ്ക, പ്ലെയിൻ സാധനങ്ങൾ അതിനകത്തൊക്കെ കിടക്കുകയാണെന്ന് എനിക്ക് പേഴ്സണലി അറിയാം. ഇപ്പൊ കൂടെ ഞാൻ അറിയുക ഫ്ലേവേർഡ് വാട്ടറിലും അത് ബെസ്റ്റ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് അടുത്ത റൗണ്ട് മൈക്ക് പടി, ലാസ്റ്റ് റൗണ്ട് മൈക്ക് പടി. കരിക്കൽ ഇത്തവണ നമ്മൾ പ്ലെയിൻ ട്രൈ അടിക്കാൻ പോവാ. യെസ്, ഓഫ് കോഴ്സ്. ചെറുത് ഒഴിക്കാൻ വേണ്ടി. അയ്യോ, എനിക്ക് ചെറുത് ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞു, ഒരു അംഗത്തിനാണ് ഞങ്ങൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. ആ അംഗത്തിന്റെ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. നീ പോയപ്പോ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വീഡിയോ മാംഗോ ചില്ലി എന്ന് വരുമ്പോ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ആദ്യത്തിന്റെ വളരെയധികം മനസ്സങ്ങ് തൃപ്തിപ്പെട്ടു പോയി. എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. കാരണം യൂട്യൂബ് നമ്മളോട് അമ്മാതിരി തെണ്ടിത്തരം അങ്ങനെ കാണിച്ചുകൊണ്ട് എനിക്ക് മാംഗോ ചില്ലി ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്. മാംഗോ ചില്ലി അതെ, തുടരെ ചെയ്യും. ഇനിയും ഞാൻ ചെയ്യും. എന്നെ തോപ്പിക്കാനാവില്ല മനെ. നമ്മളോട് ആരെങ്കിലും ഇതുപോലൊരു തെണ്ടിത്തരം കാണിച്ചാൽ ഇതാണ് ഭവിഷ്യത്ത്. അതുകൊണ്ട് മാംഗോ ചില്ലി അനുഭവിക്കുന്നില്ല, യൂട്യൂബ് അനുഭവിക്കുന്നത്. ഇറ്റോണ്ട് നാറ്റിക്കുമല്ലേ യൂട്യൂബ് നമ്മള്. സോ ദ ഫൈനൽ റൗണ്ട് മൈക്ക് വെടി ആൻഡ് ഫൈനൽ റൗണ്ട് ഓഫ് മാംഗോ ചില്ലി. അടിപൊളി. എന്തായാലും ഇന്നത്തെ നമ്മുടെ മാംഗോ ചില്ലി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇനിയും എപ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ചാനലിൽ മാംഗോ ചില്ലി ഇതുപോലെ പ്രത്യക്ഷപ്പെടും അല്ലെ, പല രൂപത്തിലും പല ഭാവത്തിലും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് cheers y'all. See you in the next video.